വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്, പക്ഷെ അവർ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അവരുടെ വിജയം. അപ്പൊ ഞാൻ ഈ കൊമേഴ്സ് ആയിട്ട് വരുന്ന സമയത്തിനോട് പല ആൾക്കാരും ചോദിച്ചു, ഇവിടെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഉള്ളതല്ലേ, പ്രക്ഷോഭന് എങ്ങനെ വിജയിക്കാൻ പറ്റും? അവിടെയാണ് ഞങ്ങളുടെ ഒരു സെല്ലിംഗ് പോയിന്റ്. കാരണം ഈ പറയുന്ന കാപ്ര ഡെയിലിയുടെ ഒരു ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഒരു പിക്കപ്പ് സെന്റർ പോലെ പല എന്താ പറയുക സാധാരണക്കാർക്കും ഇതിന്റെ ഭാഗമാവാൻ പറ്റും. അത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോസ്റ്റൽ ഏരിയ ആണ്. കാരണം ഒരു പിൻകോഡിൽ കുറെ പോസ്റ്റൽ ഏരിയ ഉണ്ട്. അപ്പൊ കേരളത്തിൽ മൊത്തം 5000 പോസ്റ്റൽ ഏരിയ ഉണ്ട്. ആ പോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഒരാൾക്ക് ഇതിന്റെ ഓണറായിട്ട് മാറും. അപ്പൊ കാപ്ര ഡെയിലിയുടെ അവസരം ലക്ഷക്കണക്കിന് ആൾക്കാർക്കില്ല, 5000 പേർക്കുണ്ട്. ഐ എം വെരി വെരി ഹാപ്പി. കാരണം 4000 പോസ്റ്റൽ ഏരിയയും ഇന്ന് ഫില്ലാണ്. അപ്പൊ എന്റെ പിക്കപ്പ് സെന്റർ ഓണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, അവർ വെയിറ്റിംഗിലാണ്. കാരണം ഇതൊരു ട്രെൻഡ് ആവുന്ന സമയത്ത് അവർക്കൊക്കെ എന്താണ്, ആ പോസ്റ്റലിൽ നടക്കുന്ന ലാഭത്തിന്റെ അപ് ടു 25% കമ്മീഷൻ നമ്മൾ കൊടുക്കും. അപ്പൊ കാപ്ര ഡെയിലിയുടെ വിജയം എന്ന് പറഞ്ഞത് ഞാനും കണ്ണനും മാനേജ്മെന്റ് ആണ്. എന്റെ കൂടെ 5000 പിക്കപ്പ് സെന്റർ ഓണേഴ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് ഞങ്ങൾ നാളുകളിൽ കേരളത്തിലും ഇന്ത്യയിലും നമ്പർ 1 ആവുമെന്ന് പറയാനുള്ള റീസൺ.